പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നൊരു സമ്മിശ്ര കൃഷി രീതിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കപ്പയും കുറ്റിപ്പയറും കൃഷി ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം ആൾക്കാർക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് കപ്പയും വെണ്ടയും കൂടെ കൃഷി ചെയ്യുന്നൊരു രീതിയാണ്. അപ്പോൾ നമ്മൾ കപ്പത്തണ്ട് നട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് കോഴിവളം അടിവളമായി കൊടുത്തുകൊണ്ട് നമ്മൾ വെണ്ടയുടെ വിത്തുകൾ അവിടെ പാകുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസം കൊണ്ട് ഈ വെണ്ട വളർന്നു വരികയും അതിലൂടെ തന്നെ നമുക്ക് 1 മാസം ആകുമ്പോഴത്തേക്ക് വെണ്ട പറിക്കുന്ന സ്റ്റേജിലേക്ക് വരികയും ചെയ്യും. അപ്പം നമ്മൾ ഏകദേശം ഒരു കപ്പ നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 മാസം എടുക്കും അതിൽ നമുക്കൊരു വിളവെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചീരയോ വെണ്ടയോ പയറോ അതുപോലുള്ള ഇടവിളകൾ അതിൻ്റെ ഇടയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു ഗ്രോത്ത് അല്ലെങ്കിൽ നല്ലൊരു വരുമാനം അതിൽ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു കൃഷി രീതിയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇവിടെ എൻ്റെ കൃഷിയിടത്ത് ഞാൻ ചെയ്യുന്ന കപ്പയും വെണ്ടയും കൂടെ ഒരുമിച്ചുള്ള കൃഷി രീതിയാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ കപ്പത്തണ്ട് ഇവിടെ നട്ടേക്കുന്നു. അതിൽ നിന്ന് കുറച്ച് മാറിയാണ് നമ്മളിപ്പം ഇവിടെ വെണ്ടയുടെ വിത്ത് വിതച്ച് ഇപ്പോൾ ഏകദേശം 7 ദിവസമായി. അത് മുളച്ച് ഇപ്പോൾ 4 ഇല വന്നിട്ടുണ്ട്. ഇത് ഏകദേശം 1 മാസം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് നമുക്ക് വെണ്ടയ്ക്ക് പറിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു അധിക വരുമാനം ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ സ്ഥലവും വേസ്റ്റ് ആവത്തില്ല, മറിച്ച് നമുക്ക് ഡബിൾ പേയ്മെൻറ്റും ഈ ഒരു കൃഷി നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഏകദേശം ഒരു 10-40 മൂടോളം കപ്പ നട്ടിട്ടുണ്ട്. ഈ എല്ലാത്തിൻ്റെയും മൂട്ടിൽ ഇതേ കണക്ക് വെണ്ടയും നട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ട് വെണ്ട എല്ലാത്തിൻ്റെയും മൂട്ടിൽ വെണ്ട നട്ടിട്ടുണ്ട്. അപ്പം കോഴിവളം അടിവളമായിട്ട് കൊടുത്തിട്ടാണ് ഈ വിത്ത് പാകിയേക്കുന്നത്. അല്ലാതെ ചുമ്മാ പാകിയാൽ അത് കരുത്തോടെ കിളിച്ച് വരത്തില്ല. അപ്പം ബാക്ക് ടു ബാക്ക് നമ്മളിപ്പം ഈ കോഴിവളം അടിവളമായി കൊടുത്തു. ഇതിനിപ്പം ഒരു 3 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് അടുത്ത വളം കൊടുക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് ഈ ഒരു വെണ്ടത്തൈകൾ എത്തും. കറക്റ്റ് സമയത്ത് നമ്മൾ വളവും കൂടെ ചെയ്താൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ഒരു വരുമാനം കിട്ടത്തേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ എല്ലാം ചെയ്തേക്കുന്ന ഇങ്ങനെയാണ്. കപ്പത്തണ്ടിൻ്റെ ഇടയിലായിട്ട് എല്ലായിടത്തും വെണ്ട നമ്മൾ നട്ടിട്ടുണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് നല്ലൊരു ഈൽഡാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പുതിയ പുതിയ മാർഗ്ഗങ്ങൾ പരീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃഷിയിൽ നമുക്കത് സക്സസ് ആക്കി എടുക്കാൻ കഴിയും. ഇവിടെ ഈ വെണ്ടയ്ക്ക് ഇപ്പം നമ്മൾ 1-ാം വളമായിട്ട് കോഴിവളമാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഇനിയുള്ള സ്റ്റേജിൽ മൊത്തം ഞങ്ങൾ ജൈവ സ്ലറി ആയിരിക്കും ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ജൈവ സ്ലറി ഇവിടെ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു വളമാണ് ഞങ്ങളത് ഉണ്ടാക്കുന്നത്. ആ ഒരു വളമാണ് ഇവിടെയുള്ള എല്ലാ ചെടിക്കും ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് നല്ലൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ആ ചെടികളിൽ കാണാൻ കഴിയുന്നുണ്ട്, ആ വളം ഉപയോഗിക്കുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും ഉടനെ എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു വളം നമ്മൾ അടിവളമായിട്ട് കൊടുത്ത് പിന്നീടുള്ള ദിവസങ്ങളിൽ ജൈവ സ്ലറിയാണ് നമ്മൾ ഈ വെണ്ടയ്ക്കായാലും എല്ലാ പച്ചക്കറിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻസ് ആണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ വഴി ഞാൻ എല്ലാവരുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്കുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും. അപ്പം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല കൃഷി റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം താങ്ക് യു.